ടീം റോമൻ റെയിൻസിനും ടീം സെത്ത് റോളൻസിനും ഒരു മാച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഡബ്ല്യുഡബ്ല്യുഇക്ക് ഇപ്പോൾ പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് റൂമറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സമ്മർ സ്ലാമിൽ ഇവരുടെ പ്ലാൻ എങ്ങനെയാണ് പോവുക, ടാഗ് ടീം മാച്ച് വരാണെങ്കിൽ എപ്പോഴാണ് നടക്കാൻ ചാൻസ്, അതുപോലെ അലിസ്റ്റർ ബ്ലാക്ക് ഡബ്ല്യുഡബ്ല്യുഇ വന്നതിന് ശേഷം പുഷ് കിട്ടുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഒരു നല്ല ഉത്തരം വന്നിട്ടുണ്ട്. അതായത് അലിസ്റ്റർ ബ്ലാക്ക് ഇനി രക്ഷപ്പെടാനാണ് പോകുന്നത് ഡബ്ല്യുഡബ്ല്യുഇയിൽ. അതിന് ശക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാം. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇപ്പോൾ ഡബ്ല്യുഡബ്ല്യുഇ പുഷ് കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കെരിൻ ക്രോസിൻ്റെ ഡബ്ല്യുഡബ്ല്യുഇയുമായിട്ടുള്ള ഡീല് ഓഗസ്റ്റ് മാസത്തിൽ അവസാനിക്കും. അതായത് കെരിൻ ക്രോസ് ആൻഡ് സ്കാർലെറ്റ് രണ്ടുപേരും ഒരുമിച്ചാണ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഡീല് അവസാനിക്കാനാണ് പോകുന്നത്. കുറച്ച് നാൾ മുൻപ് ഡബ്ല്യുഡബ്ല്യുഇ പ്ലാൻ ചെയ്തത് ഈ ഒരു കോൺട്രാക്റ്റ് കഴിയുന്ന സമയത്ത് കെരിൻ ക്രോസ് സ്കാർലെറ്റ് ഇവരെ രണ്ടുപേരെയും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ്. അതായത് പുതിയ കോൺട്രാക്റ്റ് ഒന്നും കൊടുക്കാതെ റിലീസ് ചെയ്യാനായിരുന്നു പ്ലാന്. എന്നാൽ ഇപ്പോൾ സാംസൈനുമായിട്ട് പോകുന്ന സ്റ്റോറി ആയാലും കെരിൻ ക്രോസിനെ കാണിക്കുന്ന രീതി ആയാലും ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് കെരിൻ ക്രോസിന് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ റോയിൽ സാംസൈനെ വന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ അത് ഭയങ്കരമായി കൂടിയതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡബ്ല്യുഡബ്ല്യുഇ കെരിൻ ക്രോസിനെ വിട്ടുകളയും എന്ന് തോന്നുന്നില്ല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, കാണിക്കേണ്ടത് പോലെ കാണിച്ചു കഴിഞ്ഞാൽ കെരിൻ ക്രോസ് ഒരു രക്ഷയില്ലാത്ത റെസ്ലറാണ്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് പുതിയതായിട്ട് കൊടുക്കാനാണ് ചാൻസ് ഉള്ളത്. കെരിൻ ക്രോസും സ്കാർലെറ്റും ഡബ്ല്യുഡബ്ല്യുഇയിൽ തന്നെ നിൽക്കും. എന്തായാലും നല്ല പുഷൊക്കെ കിട്ടി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യട്ടെ. അതിനുള്ള പെർഫോമൻസും കഴിവും എല്ലാം ഉണ്ട് നമ്മുടെ കെരിൻ ക്രോസിന്. ഇനി അലിസ്റ്റർ ബ്ലാക്കിനെ പറ്റി പറയാം. അലിസ്റ്റർ ബ്ലാക്ക് AEWയിലേക്ക് പോയി വന്നതിന് ശേഷം വലിയ മാച്ചൊന്നും കൊടുക്കാതെ സാധാരണ ലെവലിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇനി അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. അതായത് സ്മാക്ക് ഡൗൺ ബ്രാൻഡിന്റെ ഒരു ഫേസ് റെസ്ലറായിട്ട് അലിസ്റ്റർ ബ്ലാക്കിനെ കൊണ്ടുവരാനായിട്ട് ഡബ്ല്യുഡബ്ല്യുഇക്ക് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇതാണ്. അതായത് നമ്മുടെ പോൾ ഹേമൻ അലിസ്റ്റർ ബ്ലാക്കിന് ബാക്ക് സ്റ്റേജിൽ ചില അഡ്വൈസ് എല്ലാം കൊടുക്കുന്നതായിട്ടും പോൾ ഹേമന്റെ നിർദ്ദേശപ്രകാരമാണ് അലിസ്റ്റർ ബ്ലാക്ക് ഇപ്പോൾ പെർഫോമൻസ് ചെയ്യുന്നത്. അതായത് മാച്ചിന്റെ പെർഫോമൻസ് അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് മുൻപ് റോമൻ റെയിൻസിന് എങ്ങനെയായിരുന്നു അതുപോലെ. അതായത് റോമൻ റെയിൻസിന് നമുക്കറിയാം സെഗ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ഡയലോഗൊക്കെ മറന്നു പോയിട്ട് നിൽക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ പോൾ ഹേമന്റെ കൂടെ കൂടിയതിന് ശേഷം മറ്റുള്ള റെസ്ലേഴ്സിനെ എടുത്തലക്കുന്നത് പോലെയെല്ലാം സെഗ്മെന്റ് ചെയ്തിരുന്നു റോമൻ റെയിൻസ്. അപ്പോൾ അതുപോലെയുള്ളൊരു സപ്പോർട്ടാണ് അലിസ്റ്റർ ബ്ലാക്കിന് കിട്ടാൻ പോകുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ബ്രോൺ ബ്രേക്കറിനെ ഇത്തരത്തിൽ ബാക്ക് സ്റ്റേജിൽ സപ്പോർട്ട് ചെയ്തതായിട്ട് ന്യൂസ് എല്ലാം വന്നിരുന്നു. ഇപ്പോൾ നമുക്കറിയാം സെത്ത് റോളൻസിൻ്റെ ടീമിൽ പോൾ ഹേമൻ്റെ ഒരാളായിട്ടാണ് ബ്രോൺ ബ്രേക്കർ നിൽക്കുന്നത്. ബ്രോൺ ബ്രേക്കറിൻ്റെ ലെവലേ മാറിപ്പോയി. അപ്പോൾ ഇതേപോലെ തന്നെയാണ് സ്മാക്ക് ഡൗൺ ബ്രാൻഡിൽ അലിസ്റ്റർ ബ്ലാക്കിന് സപ്പോർട്ടായിട്ട് പോൾ ഹേമൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അലിസ്റ്റർ ബ്ലാക്ക് ഇനി രക്ഷപ്പെടും. അതും സ്മാക്ക് ഡൗണിൻ്റെ ഫേസ് റെസ്ലറായിട്ട് വരും എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നോക്കാം. ഇത് സംഭവിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. എന്തായാലും പോൾ ഹേമനെ അലിസ്റ്റർ ബ്ലാക്കിന് സപ്പോർട്ടായിട്ടാണ് ഡബ്ല്യുഡബ്ല്യുഇ കൊടുത്തിട്ടുള്ളത്. ഇതിനർത്ഥം TV-യിൽ നമ്മൾക്ക് അങ്ങനെ കാണിക്കില്ല. ബാക്ക് സ്റ്റേജിലൊക്കെയാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ പോകുന്നത്. TV-യിൽ എപ്പോഴും സെത്ത് റോളൻസ് ടീമിൻ്റെ കൂടെയായിരിക്കും നമ്മുടെ പോൾ ഹേമൻ വരിക. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി റോമൻ റെയിൻസ്, സെത്ത് റോളൻസ് ഇവരെ പറ്റി പറയാം. അതായത് ഇവർക്ക് സിംഗിൾസ് മാച്ച് സമ്മർ സ്ലാമിൽ ഏകദേശം നടക്കാൻ ചാൻസ് ഉള്ളതായിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ സമ്മർ സ്ലാമിൽ സിംഗിൾസ് മാച്ച് നടന്നാലും അതൊരു ക്ലീൻ റിസൾട്ട് ആവാൻ ചാൻസ് ഇല്ല. അതായത് സെത്ത് റോളൻസിനെ ക്ലീൻ ആയിട്ട് തോൽപ്പിക്കാൻ സാധിക്കില്ല ടീം ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ റോമൻ റെയിൻസിനെ സമ്മർ സ്ലാമിലും ക്ലീൻ ആയിട്ട് തോൽപ്പിക്കാനും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊരു ടാഗ് ടീം മാച്ചിലേക്ക് പോയേക്കാം എന്നാണ് പറയുന്നത്. റോമൻ റെയിൻസ്, സാമി സൈൻ ആൻഡ് ജെയ് യൂസോ വേഴ്സസ് സെത്ത് റോളൻസ്, ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് ഇവർക്കൊരു മാച്ച്. അപ്പോൾ ഈ മാച്ച് നടക്കുകയാണെങ്കിൽ ക്ലാഷ് ഇൻ പാരീസ് എന്ന പേപ്പർവ്യൂവിലാണ് നടക്കുക. അതായത് സമ്മർ സ്ലാമൊക്കെ കഴിഞ്ഞ് ഓഗസ്റ്റ് 31 നടക്കുന്ന ക്ലാഷ് ഇൻ പാരീസ് എന്ന പേപ്പർവ്യൂവിൽ. അപ്പോൾ അവിടേക്ക് ഇത്തരത്തിൽ ഒരു 6 മാൻ ടാഗ് ടീം മാച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാൻ ഡബ്ല്യുഡബ്ല്യുഇക്ക് ഉണ്ടെങ്കിൽ സമ്മർ സ്ലാമിൽ ഇവർക്ക് മാച്ച് നടക്കുകയാണെങ്കിൽ അത് ക്ലീൻ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ റോമൻ റെയിൻസ്, സെത്ത് റോളൻസ് ഇവരെ വെച്ചിട്ടുള്ള പ്ലാൻ ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് കൺഫേം ആയിട്ട് നടക്കും എന്നല്ല. പിന്നെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് നടക്കുമ്പോൾ റോമൻ റെയിൻസ് എന്തായാലും അവിടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏകദേശം കൺഫേം പോലെ ന്യൂസും വന്നിട്ടുണ്ട്. അതായത് സമ്മർ സ്ലാം 2 നൈറ്റ് നടത്തുന്നതുകൊണ്ട് റോമൻ റെയിൻസിനെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ കൊണ്ടുവന്നിട്ട് ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ അമിത പ്രതീക്ഷ വേണ്ട, റോമൻ വരുമെന്ന്.
പിന്നെ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക, മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.